ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സൂപ്പർ മോം സീരീസിൽ നിന്ന് ഫെബിയാണ്. ക്രോക്കറി വീഡിയോസൊക്കെ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രോക്കറി കളക്ഷൻസ് ആണ് കേട്ടോ. വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനലിൽ ആദ്യമായിട്ട് കയറിയവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ദുബായിൽ വന്നിട്ടുള്ളത്. എൻ്റെ ഇളയ സിസ്റ്ററും അവിടെ വന്നിട്ടുണ്ടായിരുന്നു ദുബായിൽ. അതുപോലെ തന്നെ എൻ്റെ എൽഡർ സിസ്റ്ററിൻ്റെ പിന്നെ മോളും. അപ്പോൾ ഇവരെ മീറ്റ് ചെയ്യാമെന്നുള്ള പ്ലാനും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇതാ ഒന്നിച്ച് കൂടിയിട്ടുണ്ട്. അത് തന്നെ നമ്മൾ അവരെ മീറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഒരു ചെറിയൊരു ചായക്കടയിൽ പോയി ചായയൊക്കെ കുടിച്ച ശേഷം സിൻഡർ ഫ്രഷിൽ പോയിട്ട് അവിടുന്ന് പാലട പായസം, നല്ല ചൂടോടുകൂടിയുള്ള പായസം വാങ്ങി. അതുപോലെ തന്നെ പാലട ഐസ്ക്രീമും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ദുബായ് ഹിൽസ് മോളിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയ പ്ലാനിങ്സ് ഒന്നുമില്ല, എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അലീനിൽ ഒന്നിച്ച് പോകാമെന്നുള്ള പ്ലാനായിരുന്നു. അങ്ങനെ ദുബായ് ഹിൽസ് മോളിൽ വന്ന സമയത്ത് ഞാൻ അവിടെ നേരെ പോയത് ഓസി ഹോമിലാണ്. ഓസി ഹോമിൽ നല്ല സെയിൽ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നേരെ അങ്ങോട്ട് പോയത്. അവിടെ സെയിലൊക്കെ നോക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ ഞാനും സാറി നേരെ ഓസി ഹോമിലേക്ക് വന്നു. കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടിട്ട്, അതായത് എനിക്ക് വേർത്തായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ഐറ്റംസിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് നല്ല അടിപൊളി കളക്ഷൻസാണ് അവിടെ ഉള്ളത്. പിന്നെ ചില ഐറ്റംസ് എല്ലാം നല്ല വേർത്താണ് കേട്ടോ, ചിലത് നല്ല എക്സ്പെൻസീവാണ്. അതായത് ഓഫറിലും സെയിലായിട്ടും തന്നെ ചില ഐറ്റംസൊക്കെ ഭയങ്കര എക്സ്പെൻസീവായിട്ടും തോന്നി. അപ്പോൾ ആ ഒരു ഏരിയയിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. നമ്മുടെ ക്രോക്കറി ഏരിയയിൽ അത്യാവശ്യം നല്ല ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ഐറ്റംസാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സ്ഥിരം കാണുന്ന ഐറ്റംസിൽ നിന്ന് ഒരു കുറച്ച് വ്യത്യസ്തയോടുകൂടിയുള്ള ഐറ്റംസാണ് ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായത്. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ പ്രൈസൊക്കെ കാണുന്ന രീതിയിൽ തന്നെയാണ് വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യാം. ഓസി ഹോമിലേക്ക് വരാൻ വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. കാരണം ഇവർ പുതിയതായിട്ട് ഇവിടെ ഒരു ഷോറൂം ഓപ്പൺ ചെയ്യുന്നുണ്ട്, അതായത് അലൈനിൽ ഫസ്റ്റ് ടൈമാണ് ഇവരുടെ ഷോറൂം വരുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ സ്ഥിരം പോകാറുള്ള ഹോം സെൻറ്റർ ഡാന്യൂബ് ആ ഒരു ഏരിയയിൽ തന്നെയാണ്, അതായത് ജിമ്മി മോളിൻ്റെ ഏരിയയിലായിട്ട് തന്നെയാണ് ഈ ഒരു ഓസി ഹോം വരുന്നത്. ഇൻഷാ അല്ലാ അതുകൊണ്ട് ഇനി എനിക്ക് വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോസ് എത്തിക്കുമ്പോഴും ഓസി ഹോമിൻ്റെതും കൂടിയും ഇനി എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് അത്ര അടുത്താണ് ഇപ്പം ഇനി പുതിയ വരുന്ന ഈ ഒരു ഷോറൂം, അതായത് അലൈനിൽ വരുന്ന ഷോറൂം. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടുത്തെ കളക്ഷൻസ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. ടീ കപ്സിൻ്റെ കളക്ഷൻസാണ് ഞാൻ ഇത്രയും നേരം നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട്, എല്ലാം ചീപ്പ് പ്രൈസാണ് കേട്ടോ. അതിനുശേഷം ഞാൻ വന്നത് ഈ ഒരു വുഡൻ സ്റ്റാൻഡ്സ് അല്ലെങ്കിൽ വുഡൻ ട്രേസിൻ്റെ സെക്ഷനിലേക്കാണ്. നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ്. അതിൻ്റെയും പ്രൈസസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഐറ്റംസ് എല്ലാം തന്നെ ചെക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഐറ്റംസ് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട്, പ്രൈസ് കാണുന്ന രീതിയിലുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിലേക്ക് വന്ന് കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് ഡീറ്റെയിൽസും എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. വന്നതിന് ശേഷം അത്യാവശ്യം ഹൗസ് വാമിങ്ങിൻ്റെ ഓർഡേഴ്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഇൻഷാ അല്ലാ ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ സിംഗിൾ ഓർഡേഴ്സൊന്നും ഇപ്പോൾ തൽക്കാലം എടുക്കുന്നില്ല, കാരണം അത് വലിയ മെനക്കെടലാണ്, വലിയ റിസ്ക്കാണ്. ഒരു 3-4 ഐറ്റംസ് ഓൾ ടുഗദറൊക്കെ ആണെങ്കിൽ ഓർഡേഴ്സ് എടുക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അങ്ങനെയുള്ള എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വന്ന് കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് ലിങ്കും ഫോൺ നമ്പറും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ തന്നെ ഞാൻ ഓൺലൈനിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഞാൻ ഫ്രീ ആകുമ്പോൾ എന്തായാലും ഓരോ മെസ്സേജസിനും റിപ്ലൈ തരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. ഇതിൽ ശ്രദ്ധിച്ചില്ലേ, എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ ഇപ്പോൾ നല്ല ബെസ്റ്റ് പ്രൈസിനാണ് ഉള്ളത്. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചതൊക്കെ അങ്ങനെ ആ ടൈപ്പ് ഓഫ് ഐറ്റംസാണ്. അപ്പോൾ ധൈര്യമായിട്ട് എടുക്കാം.
അതുപോലെ ഞാൻ ഒരുപാട് സെയിൽ ചെയ്ത ഐറ്റമായിരുന്നു ഡച്ച് ഓവൻ പോട്ട്സ്. ഡച്ച് ഓവൻ പോട്ട്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് അയക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് എക്സ്പെൻസീവായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഡച്ച് ഓവൻ പോട്ട്സ് നാട്ടിൽ സ്റ്റോക്ക് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ചീപ്പർ പ്രൈസിൽ സാധനം നാട്ടിൽ നിന്ന് വാങ്ങാം കേട്ടോ. അപ്പോൾ അവിടെ സ്റ്റോക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അതിനുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാനൊരു പുതിയ ഡച്ച് ഓവൻ പോട്ടിൻ്റെ റിവ്യൂ ചെയ്യുന്നുണ്ട്. പുതിയതെന്ന് പറഞ്ഞാൽ കളർ ചേഞ്ച് മാത്രമാണ്, കമ്പനിയൊക്കെ സെയിം ആണ് വരുന്നത്. അപ്പം നിങ്ങളത് കണ്ടിട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് എന്നെ വന്ന് കോൺടാക്റ്റ് ചെയ്യാം. അത് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യാനാണ് പ്ലാൻ. ഇതൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. അത്യാവശ്യം സൈസും ഉണ്ട്. 31 dirhams ആണ് ഇതിൻ്റെ ഓഫർ പ്രൈസ്. ഈ ഒരു കളക്ഷനിലുള്ള എല്ലാ ഐറ്റംസും നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഡൈനിങ് ടേബിളിലൊക്കെ നമുക്ക് സിംഗിൾ പീസൊക്കെ ആയിട്ട് വാങ്ങിയിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഉണ്ടാവും. അതായത് സെർവിങ് ട്രേസ് ആയിട്ടും കേക്ക് സ്റ്റാൻഡായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു സെർവിങ് ട്രേയും എനിക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നി. നല്ല ക്യൂട്ടായിട്ടുള്ള 2 കളേഴ്സിലാണ് അത് വരുന്നത്. അതും നല്ല ഓഫറിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു ഫുൾ സെറ്റിന് 24 dirhams ഉള്ളൂ. അതായത് ടീ സെറ്റാണ്. അതായത് നമുക്കിതിലേക്ക് ചായ ഒഴിച്ച് വെക്കാം. വേറെ 2 സ്ക്വയർ ബൗൾസും ആണ് വരുന്നത്. ഈ ഒരു ട്രേ വന്നിട്ട് മെറ്റലിലാണ് വരുന്നത്. കുറച്ച് ഹെവിയാണ്, പക്ഷെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. പൗച്ചോട് കൂടിയിട്ടുള്ള ഈ ഒരു ഗ്ലൗസിൻ്റെ സെറ്റ് ഇത് നല്ല ഓഫർ പ്രൈസിലാണ് കണ്ടത്. ഈ ഒരു കൈൻഡ് ഓഫ് കപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലത്തെ ഭാഗം കുറച്ച് വിഡ്ത്ത് കുറവായതുകൊണ്ട് തന്നെ, താഴത്തെ അപേക്ഷിച്ച് കുറച്ച് വിഡ്ത്ത് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊന്നും ഇപ്പോൾ തണുപ്പിനൊക്കെ നമുക്ക് വിൻ്ററിനൊക്കെ വേഗം ചായയൊക്കെ ചൂട് ആറിപ്പോവല്ലോ. അപ്പോൾ ആ കേസിലൊക്കെ അങ്ങനത്തെ കപ്സ് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പം കപ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുവിധം എല്ലാം തന്നെ ഞാനിതാ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഐറ്റംസ് വേണ്ടവർ എന്തായാലും പെട്ടെന്ന് വന്ന് കോൺടാക്റ്റ് ചെയ്യുക. കാരണം ഞാൻ നാളെ ഈ സെയിം ദുബായ് ഹിൽസ് മോളിലേക്ക് പോകുന്നുണ്ട് വേറൊരു ആവശ്യത്തിന്. അപ്പം ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് എനിക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. കാനിസ്റ്റേഴ്സിൻ്റെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഉണ്ട്. അതും ഇപ്പോൾ ഓഫറിലാണുള്ളത്. എൻ്റെ ഈ കിച്ചണിലെ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യണമെന്നുണ്ട്. അതായത് അവിടെയുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് മാറ്റിയിട്ട് പുതിയത് വാങ്ങിയിട്ട് വെക്കണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഇങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി ഓഫ് ഐറ്റംസ് നോക്കി നടക്കുകയാണ്. കുറേ സാധനങ്ങൾ റീപ്ലേസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉടൻ തന്നെ ഇൻഷാ അല്ലാഹ് ചെയ്യാം. അതായത് ഓരോന്നും റീപ്ലേസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് വെക്കുന്നതായിരിക്കും. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് പ്രൈസും ഡീറ്റെയിൽസും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന വീഡിയോ തന്നെ ഇൻഷാ അല്ലാഹ് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്.
ഡിന്നർ വെയറിൽ നല്ല അടിപൊളി കളക്ഷൻസ് അവിടെ ഉണ്ട്. എല്ലാം തന്നെ ഓഫറിലാണ്. ഇതൊക്കെ സിംഗിൾസ് ആയിട്ട് എടുക്കാം. ഇനിയിപ്പം ഒരു ഡിന്നർ സെറ്റിന് കണക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 6 പീസ് 5 പീസ് 6 പീസസ് ഒക്കെ ആയിട്ട് എടുക്കാം. അതിൻ്റെ എല്ലാ സെറ്റ്സും അവിടെ അവൈലബിൾ ആണ്. അതായത് വലിയ ബൗളുണ്ട്, ചെറുതുണ്ട്, പിന്നെ അതുപോലെ ഹാഫ് പ്ലേറ്റ് എല്ലാം ഇൻക്ലൂഡാണ്. അപ്പോൾ ഇതൊക്കെ ആ ഒരു ഓഫറിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ. എല്ലാം സെറാമിക് ആണ്, പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ്. നല്ല ഭംഗിയുണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കാണാൻ. ഈ ഒരു ഐസ്ക്രീം ബൗൾസ് നല്ല ഭംഗിയായിട്ട് തോന്നി. 2-3 കളേഴ്സിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്. സംഭവം ഗ്ലാസ് ഒന്നുമില്ല കേട്ടോ, ഒരു പോഴ്സ്ലിൻ ആ ഒരു ടൈപ്പാണ് മെറ്റീരിയൽ വരുന്നത്. സെറാമിക്കിൽ വരുന്ന ഈ ഒരു കൈൻഡ് ഓഫ് ട്രേസ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല ക്യൂട്ട്നെസ് തോന്നി. ഈ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള സെറ്റൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കിയിട്ട് മാറ്റാം. ഇതിൻ്റെ തന്നെ ടീ കപ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ടീ കപ്സും ഈ സെയിം കളർ കോമ്പിനേഷനിലും ഈ സെയിം ഡിസൈനിൽ തന്നെയാണ് വരുന്നത്. അതും ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ടീ കപ്പാണ് ഇത്. ഒരു ഫ്ലോറൽ തീമിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് സെറ്റൊക്കെ ആക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഈ വുഡൻ ട്രേസ് എല്ലാം തന്നെ കുറച്ച് ഹെവിയാണ്, പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൽ പല സൈസസിൽ അവൈലബിൾ ആണ്. ഓസി ഹോമിൻ്റെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഷോറൂമാണ് കേട്ടോ ഈ ദുബായ് ഹിൽസ് മോളിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ കളക്ഷൻസും അവിടെ അവൈലബിൾ ആണ്. ഒരുവിധം എല്ലാ ഹോം ഐറ്റംസിൻ്റെ ഷോറൂംസിലും ഇപ്പം നല്ല സെയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഐക്യയിലും നല്ല സെയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോം സെൻറ്റർ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഒരേ സെയിലിലാണ് പോകുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ പുതിയ കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും അതൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ഇനിയും ചെയ്യണമെന്നുണ്ട്, ചെയ്യുന്നതായിരിക്കും. കാരണം എനിക്കിപ്പോഴും എൻക്വയറീസ് വരുന്നൊരു ഇതാണ് ഈ ക്രോക്കറി റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇപ്പോഴും പലരും ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ എന്നോട് വന്ന് പറയുന്നത് ക്രോക്കറി വീഡിയോ എന്താ ഇടാത്തതെന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഇൻക്ലൂഡ് ചെയ്യാം. ഈ
ക്രോക്കറി എല്ലാം തന്നെ നമ്മൾ വീഡിയോ ഇടുന്നത് മുതൽ അത് നാട്ടിലേക്ക് നിങ്ങളെ കയ്യിൽ എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ ശരിക്കും ഒരു ഒരു ടെൻഷനുള്ള കാര്യമാണ്. അതെല്ലാം കളക്ട് ചെയ്ത് നല്ല സേഫ് പാക്കിംഗ് ഒക്കെ ആക്കിയിട്ട് നിങ്ങളെ കയ്യിലേക്ക് എത്തിക്കണം. അത് വലിയ പ്രൊസീജിയർ തന്നെയാണ്. കുറച്ച് റിസ്ക് എടുത്താണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിലും ഒരുപാട് ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആകുന്നുണ്ടെന്ന് കാണുമ്പം അങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോഴാണ് ശരിക്കും ഭയങ്കര ഹാപ്പി ആകുന്നത്. ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജസ് അയച്ചിട്ടുണ്ട്. അതായത് ഇതുവരെ ഞാൻ ക്രോക്കറീസ് എത്തിച്ചു കൊടുത്ത പലരും തന്നെയായിട്ട് എനിക്കിപ്പോഴും വന്ന് മെസ്സേജസ് അയക്കാറുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് ഇങ്ങനെ എത്തിച്ചു തന്നതിൽ. കാരണം ഗൾഫിലെ പ്രോഡക്ട്സ് ആഗ്രഹിക്കുന്നവർ, അതായത് കൊതിച്ചിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് നാട്ടിലത് ഇവിടുന്ന് കമ്പയർ ചെയ്യുമ്പം എന്തുകൊണ്ടും നമുക്ക് ഇവിടുത്തെ പ്രോഡക്ട്സ് വളരെ നല്ലതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല നാട്ടിലെ കളക്ഷൻസ് ഇല്ല എന്നല്ല, ഉണ്ടെങ്കിൽ തന്നെ ഒരുപാടൊന്നുമില്ല. അതായത് ഇവിടെ ആകുമ്പോൾ നമുക്ക് ഒരു ഐറ്റം തന്നെ ഡിഫറെൻറ്റ് കളക്ഷൻസ് പല ഷോപ്പുകളിലായിട്ട് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ നാട്ടിലതല്ല. നമ്മൾ ഇങ്ങനെ ഒരു ഷോറൂം കാണണമെന്നുണ്ടെങ്കിൽ തന്നെ അത്രേ ഉണ്ടാവുള്ളൂ. ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ഷോറൂംസേ നാട്ടിലുണ്ടാവും. പിന്നെ ഓൺലൈൻ സൈറ്റ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ കളക്ഷൻസ് വളരെ കുറവായിരിക്കും. പ്രോഡക്റ്റ്സ് എല്ലാം ഉണ്ടാവുമായിരിക്കും, പക്ഷേ വളരെ കുറവായിരിക്കും. കളക്ഷൻസ് ലിമിറ്റഡ് ആണ്. വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഓഫ് മാറ്റ്സ് ഇവരുടെ പ്രത്യേകതയാണ്. നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ്. എല്ലാം നല്ല വാഷബിൾ ആയിട്ടുള്ള ഐറ്റംസാണ്. ഇപ്പോൾ ഈ കാണിച്ച മാറ്റ്സിനെല്ലാം തന്നെ 41 dirhams ആണ് ഓഫർ പ്രൈസ് വരുന്നത്. പക്ഷേ അതിനുള്ളൊരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ എന്തായാലും. ഈ ഒരു ബാസ്ക്കറ്റ്സും നല്ല ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഉള്ളത്. ഇതൊരു ഫുൾ സെറ്റായിട്ടാണ് വരുന്നത്. അതും നല്ല ചീപ്പറായിട്ട് തോന്നിയിട്ടുണ്ട്. വുഡൻ ആൻഡ് ഗ്രേ കളറിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. വീട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു എനിക്കും. പക്ഷേ ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. കാരണം നമ്മളെ തൃപ്തിക്കനുസരിച്ച്, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഫ്ലാറ്റ് പോലത്തെ ഒരു ഫ്ലാറ്റ് നമുക്ക് കണ്ടെത്താനായിട്ടില്ല. അതല്ലെങ്കിൽ നമ്മളിവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യും. എന്നിരുന്നാലും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ ഐറ്റംസ് റീപ്ലേസ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് വാങ്ങുന്ന വീഡിയോ ഒക്കെ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ല എഫേർട്ട് എടുത്തെടുക്കുന്ന വീഡിയോസാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അങ്ങനെ ഓസി ഹോമിൻ്റെ വീഡിയോ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോഴേക്കും ഇപ്പം നമ്മളെ കൂടെയുള്ള ബാക്കി മെമ്പേഴ്സൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ദുബായ് ഹിൽസ് മോളിൽ നിന്ന് നമ്മൾ നേരെ ജാഹിയയിൽ ഒരു പാർക്കിലേക്ക് പോകുന്ന വഴി നമ്മൾ ഡിന്നറൊക്കെ പാർസൽ വാങ്ങിയിട്ടായിരുന്നു പോയത്. അവിടെ പോയി ഡിന്നറൊക്കെ കഴിച്ചു. അതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് അലൈനിലേക്ക് മടങ്ങിയത്. ലേറ്റ് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ അലൈനിലെത്തുമ്പോൾ ഒരു 3-3:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ ലീവ് ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല ലേറ്റ് ആയിട്ട് എത്തിയതാണെങ്കിൽ കൂടി. ഇതാണ് എൻ്റെ സിസ്റ്റർ, സഫ്നാസ് എന്നാണ് പേര്. അതുപോലെ ഇതെൻ്റെ വേറൊരു സിസ്റ്റർ മോൾ നേഹ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വലിയ ഗ്യാപ്പൊന്നും ഇല്ലാതെ ഇടയ്ക്കിടെ വീഡിയോ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം പലപ്പോഴും പല രീതിയിൽ ബിസി ആയി പോകുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നത്. അങ്ങനെ ഇല്ലാതെ ഒരു വീക്ക്ലി ഒരു 3 വീഡിയോസെങ്കിലും പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.